കാട്ടാക്കട പോക്സോ കോടതിയിലെ തീപിടുത്തം അതിലെ അട്ടിമറി സാധ്യത പോലീസ് തള്ളുന്നില്ല കേട്ടോ. ഫോറൻസിക് അടക്കമുള്ള വിദഗ്ധ സംഘം ഇന്നിപ്പോൾ അവിടെ എത്തി പരിശോധനയൊക്കെ നടത്താൻ പോവുകയാണ്. ഇന്നലെ രാത്രിയിലാണ് കോടതിയിൽ ഈ തീപിടുത്തം ഉണ്ടായത്. അഞ്ജു ജയപ്രകാശ് നൽകും വിവരങ്ങൾ കൂടുതലായി. അഞ്ജു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ എന്തൊക്കെ സാധ്യതകളാണ് അഞ്ജു പോലീസിന് മുന്നിലുള്ളത്? സേതു, ഇന്നലെ രാത്രി ഒരു 9 മണിയോടുകൂടിയാണ് കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്തുള്ള 3 നില കെട്ടിടം. ആ 3 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഓഫീസ് മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഈ തീപിടിക്കുന്നത് പുറത്തുനിന്ന് ആളുകൾ അത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും ഉൾപ്പെടെ വിവരം അറിയിക്കുന്നതും. ഈ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുകയും ഇതിൻ്റെ ചില്ലുൾപ്പെടെ, അതായത് ഓഫീസിൻ്റെ ചില്ലുൾപ്പെടെ തകർത്തുകൊണ്ട് അകത്ത് കയറിയാണ് ഈ തീ അണക്കുകയുൾപ്പെടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഈ ഫയലുകൾ ഉൾപ്പെടെ സൂക്ഷിച്ച റൂമാണ് പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. അപ്പോൾ ഈ സാധാരണ രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് ആവാം ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഫയർഫോഴ്സിന് എത്താൻ സാധിച്ചിട്ടുണ്ടായില്ല. കാരണം ആ കെട്ടിടം നിർമ്മിച്ചിട്ട് 3 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആവാൻ സാധ്യത ഈ നിമിഷം ഉറപ്പിക്കാൻ സാധിക്കില്ലെന്ന് നേരത്തെ ഫയർഫോഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കൃത്യമായി പരിശോധിക്കാനാണ് ഫോറൻസിക് സംഘം ഉൾപ്പെടെ രാവിലെ എത്തി പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഘട്ടത്തിൽ അട്ടിമറി സാധ്യത തള്ളാൻ സാധിക്കില്ലെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഫയർഫോഴ്സ് ഇന്നലെ തീ അണച്ച ഘട്ടത്തിൽ തന്നെ അവിടെ പരിശോധിക്കുമ്പോഴാണ് ഒരു കത്തി അമർന്ന മെഴുകുതിരി ഉൾപ്പെടെ അവിടെ കാണുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ചില ദുരൂഹതകൾ അതിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ഏത് തരത്തിലാണ് ആ തീപിടുത്തം ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് നിലവിൽ പോലീസ് പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി ഉൾപ്പെടെ ജഡ്ജിയും ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വലിയ ഈ 3 നില കെട്ടിടത്തിൽ നിറയെ നമുക്കറിയാം ബാങ്ക് ഉൾപ്പെടെ മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് വഴിവെച്ചേനെ. അപ്പോൾ അതുൾപ്പെടെയാണ് ഇന്നലെ. ശരി അഞ്ജു, ഓക്കെ. അപ്പോൾ നിലവിലെ പോലീസിന് മുന്നിലുള്ള സാധ്യതകൾ പറയുകയായിരുന്നു അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന്.